ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഇൻട്രസ്റ്റഡ് പാർട്ടി ദ PIB മൈറ്റ് ബി ഗുഡ് അറ്റ് ചെക്കിംഗ് ഫാക്ട്സ് ബട്ട് ഇറ്റ് കനോട്ട് ബി ദ സോൾ ആർബിറ്റർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നു. എന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണിത്? ഈ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫേക്ക് ന്യൂസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസീനെ, അങ്ങനെ ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് ഫാക്ട് ചെക്ക് ചെയ്യുക. എന്താണ് ഫാക്ട് ചെക്കിങ്? ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമിലും വരുന്ന കണ്ടൻസ് ശരിയോ തെറ്റോ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ഏജൻസിനെ അല്ലെങ്കിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോനെ ഏൽപ്പിക്കുന്നു എന്നൊരു ന്യൂസിനെ അനലൈസ് ചെയ്യുന്ന എഡിറ്റോറിയലാണിത്. എ പ്രൊപ്പോസൽ ബൈ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ദാറ്റ് സീക്സ് ടു ഫോഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ടു ടേക്ക് ഡൗൺ കണ്ടന്റ് ഫാക്ട് ചെക്ക്ഡ് ബൈ ദ ഗവൺമെൻറ്റ്സ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആസ് ഫാൾസ് നീഡ്സ് ടു ബി ഓപ്പോസ്ഡ് വിത്തൗട്ട് ഈവൺ എ സെക്കൻഡ് ലുക്ക്. അപ്പോൾ എന്താണിത്? ഇപ്പോൾ ആക്ച്വലി ഇതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ അങ്ങനെയുള്ള കണ്ടൻറ്റും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഫാക്ട്സ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാനാണ്. ബേസിക്കലി ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോൾസ് ന്യൂസ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് പ്രിവെൻറ്റ് ചെയ്യലാണ്. പക്ഷേ ഇത് പ്രോബ്ലമാറ്റിക്കാണ്. എന്താണ്? ദ പ്രൊപ്പോസ്ഡ് അമെൻമെൻറ്റ് ടു ദ IT റൂൾസ് ഓപ്പൺസ് ദ ഡോർ ഫോർ PIB ഓർ എനി അതർ ഏജൻസി ഓത്തറൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഫാക്ട് ചെക്കിങ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്താണ് ഈ ഫാക്ട് ചെക്കിങ്ങിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ് പ്രോബ്ലമാറ്റിക് ആവുന്നത്? ഡീപ്പ് ഇംപ്ലിക്കേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ഇൻഫർമേഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. കാരണം പ്രസ് ഫ്രീഡം അല്ലെങ്കിൽ പ്രസ് ഇൻഫർമേഷനൊക്കെ ഈ പറഞ്ഞ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെയുള്ള ന്യൂസ് പബ്ലിഷ് ചെയ്യാൻ അവർ സമ്മതിക്കുമോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഫെയർ എമൗണ്ട് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഡെമോക്രസീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രസ്സിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഡീപ്പ് ഇംപ്ലിക്കേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്. At the most basic level, the question to be asked is how a wing of nodal agency of the Government of India, whose job is to disseminate information to the print and electronic media on government policies, programs, initiatives and achievements, could be deciding authority on what is factual and what is not. അപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഏജൻസിയാണ്. എന്താണ് ചെയ്യുന്നത്? അവർ എന്താണോ ഗവൺമെൻറ്റിൻ്റെ പോളിസി അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് മെഷേഴ്സ് അത് പറയാൻ വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഡെസിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അല്ലാതെ അവരെങ്ങനെ മറ്റ് ഓർഗനൈസേഷൻസിനെ ശരിയാണോ തെറ്റാണോ അവർ പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത് കൺഫേം ചെയ്യും, ഫാക്ച്വലി ചെക്ക് ചെയ്യും എന്നതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗവൺമെൻറ് ക്യാൻ പ്ലേ ദ സൂപ്പർ സെൻസർ അറ്റ് വിൽ. ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും? ഒരു ഗവൺമെൻറ് ഏജൻസി വഴി എന്ത് ചെയ്യാൻ പറ്റും? പത്രത്തിൽ വരുന്ന ഈ ക്രിറ്റിസിസവും മറ്റു കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി എ സൂപ്പർ സെൻസർ അറ്റ് വിൽ. വൈൽ ദിസ് പ്രൊപ്പോസൽ സിഗ്നൽസ് എ ന്യൂ ലോ ഇൻ അഡ്മിനിസ്ട്രേഷൻസ് തിങ്കിങ് ഓൺ മാറ്റേഴ്സ് ഓഫ് regulating news and information, things were not rosy prior to this either. The government in recent years have given enough indication that it wants to control the news sphere. അപ്പോൾ നമുക്ക് ഉറപ്പാണ്, അതായത് ഗവൺമെൻറ്റിന് പണ്ടേ ഇൻഡിക്കേഷൻസ് ഗവൺമെൻറ് തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ന്യൂസും മറ്റ് പ്രസ്സും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം കർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പണ്ടേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ദിസ് ദ ഗവൺമെൻറ് വിൽ ഹാവ് എ ടൂൾ വിത്ത് വിച്ച് ടു ഈസിലി ത്രോട്ടിൽ വോയിസസ് ഓപ്പോസിങ് ഇറ്റ്. ഇൻഡീഡ് ഇറ്റ് വിൽ ബി ദ സോൾ ആർബിറ്റർ ഓഫ് ട്രൂത്ത്. അപ്പോൾ ആരാണോ കൃത്യമായിട്ട് കാര്യം പറയുന്നത് ഗവൺമെൻറ് മാത്രമാണെന്നുള്ള പോലെ ആവും. എപ്പോഴും ഒരു ഫെയർ ക്രിറ്റിസിസം ആവശ്യമല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരു ടൂൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറയുകയാണ് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ശരിയല്ല, അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളുടെ കണ്ടൻറ്റ് ടേക്ക് ഡൗൺ ചെയ്യാണ്, അത് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതെന്താണ് ശരിക്കും ചെയ്യുന്നത്? അത് ശരിക്കും ചെയ്യുന്നത് ഈ പറയുന്ന ആ പ്രസ് ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് പ്രസ് വയലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ഫേക്ക് ന്യൂസ് cannot be in the sole hands of the government and will result in the censorship of press. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഫേക്ക് ന്യൂസ് ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊരു ഏജൻസി ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് എന്തായിരിക്കും? പ്രസ്സിൻ്റെ ഫ്രീഡം തല്ലി തകർക്കലാണ്. ഫേക്ക് ന്യൂസ് ഹാസ് ടു ബി ഡെൽറ്റ് വിത്ത് ഇൻ അപ്രോപ്രിയേറ്റ് മാനർ ബട്ട് ദ പ്രൊപ്പോസൽ ഇൻ ക്വസ്റ്റ്യൻ വിൽ ഓൺലി മേക്ക് ദ ടാസ്ക് ഹാർഡർ. അപ്പോൾ ഫേക്ക് ന്യൂസ് കൗണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഓരോരാളുടെയും ആവശ്യമാണ്, ഓരോ ഏജൻസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ആവശ്യമാണ്. കാരണം ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. കാരണം റയറ്റ്സും എന്താ ഈ പറഞ്ഞ റിവോൾട്ടും വിപ്ലവമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷേഴ്സാണ് സ്വീകരിക്കേണ്ടതെന്ന് എഡിറ്റോറിയൽ പറയും.